ക്രൈസ്തവർ ഇന്ന് വിഭൂതി ബുധൻ ആചരിക്കുകയാണ്. കുരിശുവര തിരുനാൾ എന്നു കൂടി അതിന് പേരുണ്ട്. ഈ ദിവസം ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധവാരം ഉൾപ്പെടുന്ന ഉയർപ്പ് ഞായറിൽ അവസാനിക്കുന്ന ആ വിശുദ്ധ ദിവസങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഓരോ വിശ്വാസിയുടെയും തുടക്കം വിഭൂതി ബുധനിൽ നിന്നാണ്. വിഭൂതി ബുധൻ എന്തുകൊണ്ട് ഏറെ പ്രിയപ്പെട്ടതാകുന്നു എന്ന് വെച്ചാൽ, ഓരോ വിശ്വാസിയും ഇന്ന് ദേവാലയങ്ങളിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ അവൻ്റെ നെറ്റിയിൽ കുരിശ് രൂപമുണ്ടാകും. കുരിശ് വരച്ചുകൊണ്ട്, ചാരം കൊണ്ട് കുരിശ് വരച്ചുകൊണ്ട് ആ നെറ്റിയിൽ കുരിശ് രൂപമായിട്ടാണ് അവൻ പുറത്തേക്ക് വരുന്നത്. ഈ കുരിശുവര തിരുനാൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ഈസ്റ്റർ വരെ എത്തുന്ന, ഉയർപ്പ് ഞായർ വരെ എത്തുന്ന ഏതാണ്ട് 50 ദിവസത്തോളം എത്തുന്ന ഈ ദിവസങ്ങൾ ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ നോമ്പ് കാലത്തിൻ്റെതാണ്. ഉപവാസത്തിലും അനുതാപത്തിലും കടന്നു പോകുന്ന ഈ ദിവസങ്ങൾ, അതിൻ്റെ ഒരു തുടക്കം ഈ കുരിശുവര തിരുനാളിലൂടെയാണ്. ഈ കുരിശിന് വരയ്ക്കുന്ന ചാരത്തിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട്. ഓശാന ഞായറിലെ ആഘോഷമായ കുരുത്തോല തിരുനാൾ, ഈ കുരുത്തോല തിരുനാളിൽ കൈകളിലേന്തുന്ന കുരുത്തോലകൾ പിന്നീട് ഒരു വർഷക്കാലം ഓരോ വിശ്വാസിയും അവൻ്റെ വീടുകളിൽ സൂക്ഷിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ച സൂക്ഷ്മതയോടുകൂടി പവിത്രമായി തന്നെ അത് ഈ ഒരു വർഷക്കാലം അത്രയും സൂക്ഷിക്കുന്നു. ആ കുരുത്തോലകളാണ് ഈ ഒരു വർഷം എത്തുമ്പോഴേക്കും ഉണങ്ങിയ ആ കുരുത്തോലകൾ പിന്നീട് അത് ദേവാലയങ്ങളിലേക്ക് എത്തിക്കുകയും അത് ചാരമാക്കുകയും അത് പൂജിച്ചുകൊണ്ട് പിറ്റേന്ന് ഇന്ന്, അതായത് ഈ കുരിശുവര തിരുനാളിന് ആ ചാരമാണ് നെറ്റിത്തടങ്ങളിൽ കുരിശിന് വരയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വൈദികന് ഓരോ വിശ്വാസിയുടെയും നെറ്റിയിൽ കുരിശ് രൂപം ചാർത്തുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്: മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കുരിശ് രൂപവും ചാർത്തുന്നത്. ഒരു വിശ്വാസിയും അത് ഏറ്റുവാങ്ങുമ്പോഴും വളരെ പവിത്രതയോടുകൂടി തന്നെ ആ ചടങ്ങ് പൂർത്തിയാകുന്നു. ഇതിൽ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ വിശ്വാസിയോടും പറയുന്നത് മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ജീവിതമെന്നത് ഒരിക്കൽ കൂടി ആ വിശ്വാസിയെ, ക്രൈസ്തവ സമൂഹത്തെ ഓർമ്മിപ്പിക്കുക കൂടിയാണ് വൈദികൻ ചെയ്യുന്നത്. സഭയുടെ ചരിത്ര വഴികളിൽ ഏറ്റവും സവിശേഷമായി കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്, ആ വിശ്വാസത്തിൻ്റെ നടവഴികളിൽ ഏറ്റവും കരുത്തലും കാതലുമായുള്ളതാണ് കുരിശുവര തിരുനാൾ അടക്കമുള്ള കാര്യങ്ങൾ. സിറോ മലബാർ സഭയും സിറോ മലങ്കര സഭയും, 2 പൗരസ്ത്യ സഭകളും നോമ്പാചരണത്തിൻ്റെ ആദ്യ ഞായറിലെ പിറ്റേന്ന് തിങ്കളാഴ്ചയാണ് കുരിശുവര തിരുനാൾ ആചരിക്കുന്നത്. ലത്തീൻ സഭയാണ് ബുധനാഴ്ച ഈ ദിവസത്തേക്ക് നീക്കിവെക്കുന്നത്. ഏറ്റവും സവിശേഷമായി വിശ്വാസികൾ കരുതുന്ന വിശുദ്ധവാരം എന്നത് ഓശാന ഞായറോടുകൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. അത് ഈ നോമ്പാചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഓശാന ഞായറിൽ കുരുത്തോല തിരുനാളായി ആചരിക്കുന്നു. പിന്നീട് വലിയ ബുധനും പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും കടന്ന് ഈസ്റ്റർ ദിനത്തിലേക്ക് എത്തുന്നു. ഉയർപ്പ് ഞായറോടുകൂടിയാണ് വിഭൂതി ബുധനിൽ തുടക്കമിടുന്ന ഈ നോമ്പാചരണത്തിൻ്റെ ഒരു കാലം തന്നെ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിഭൂതി ബുധൻ ക്രൈസ്തവ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതുമായ ദിവസമാകുന്നത്.